ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ ജീവിതത്തിലല്ല, ഞാനൊരു ട്രെയിൻ യാത്രയിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ട്രെയിൻ യാത്രയിലുണ്ടായ അനുഭവം എന്ന് പറയുമ്പം, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ നാട്ടിൽ പോയിട്ട് യാത്ര ചെയ്യാൻ പോന്നു. അപ്പോൾ ഐലൻഡ് എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഭയങ്കര തിരക്കാണ്. നമുക്ക് ബാംഗ്ലൂരൊക്കെ പഠിച്ചവർക്കറിയാം, ബാംഗ്ലൂർ ടു ഐലൻഡ് എക്സ്പ്രസ്സിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രെയിനേ ഉള്ളൂ, കണക്ഷനൊന്നും ഇല്ലാതെ ഒറ്റയ്ക്കൊരു ട്രെയിനാണ് ഐലൻഡ് എക്സ്പ്രസ്. അത് ബാംഗ്ലൂർ ടു കേരള ടു ബാംഗ്ലൂർ, കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ നമ്മളതിൻ്റെ ഈ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുമ്പം തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് എന്ന് നമുക്ക് കേൾക്കാം. അപ്പം കന്യാകുമാരി ടു ബാംഗ്ലൂർ ഇങ്ങനെയാണ് പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്. അപ്പോൾ ഈ ഐലൻഡ് എക്സ്പ്രസ് കയറി ഇപ്പം ബാംഗ്ലൂർ സ്റ്റോപ്പുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ അവിടെ നിർത്തിയിടുമ്പം നമുക്ക് കയറാം. അപ്പം നിർത്തിയിടുന്ന വേറൊരു സ്ഥലത്തുണ്ട് ഐലൻഡ് എക്സ്പ്രസ് നിർത്തിയിടുന്നു. അപ്പം ഞങ്ങളെല്ലാം ഇടിച്ച് കയറി ഐലൻഡ് എക്സ്പ്രസ് സീറ്റൊക്കെ കിട്ടി ഇരുന്നു. എൻ്റെ അടുത്ത് മിക്കവരും മലയാളികളാണ്. ഒരുപാട് സുഹൃത്തുക്കളല്ല, മലയാളികളായ സുഹൃത്തുക്കൾ. നമ്മൾ ആ ട്രെയിനെ വെച്ച് കാണുമ്പം ഇവിടെ കോട്ടയം അല്ലെങ്കിൽ തിരുവല്ല അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങനെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടും. ആ ട്രെയിനിൽ ആ ബോഗിയിലല്ല, ആ സീറ്റിൽ ഫ്രണ്ടിലിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. അപ്പം അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ അടുത്ത് കോട്ടയത്തുള്ള കുറച്ച് പേരുണ്ട്, ചിലർ പാലക്കാട് ഇറങ്ങുന്നവരുണ്ട്, ഷൊർണൂർ, അത് കഴിഞ്ഞ് ചിലർ തൃശ്ശൂർ ഇറങ്ങുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അപ്പുറത്തൊരു സീറ്റിൽ ഒരാൾ വന്നിരുന്നു. ഒരു ഭയങ്കര ഗായകനാണെന്ന് തോന്നുന്നു. പുള്ളി എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചായ വട എന്നൊക്കെ പറഞ്ഞ് ഒരാളൊക്കെ ഇങ്ങനെ ട്രെയിനിൽ വരും. അപ്പോൾ അവരിൽ നിന്ന് പുള്ളി 2-3 പേർക്ക് ചായയൊക്കെ വാങ്ങിച്ചു കുടി തന്നു. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് ഒരു തമിഴ്നാട് ഇങ്ങനെ യാത്ര. അപ്പം ഈ പുള്ളിക്കാരൻ, ഈ വന്നയാൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ പാട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു. 100-ൻ്റെ നോട്ടിലും 500-ൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു, കരുണാമയൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസം. ഞാൻ ആദ്യമായിട്ട് പാട്ട് കേൾക്കുക. വളരെ രസകരമുള്ള ആ പാട്ട് ഞങ്ങൾ കേട്ട് ഭയങ്കര ഇപ്പം ചിലരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമുക്കറിയാം, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കാറ്റും അടിയൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേന് ഉറക്കം വരും. അപ്പം കുറച്ച് പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാനും ഇങ്ങനെ മയങ്ങുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ അടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഏതോ ഒരു സ്റ്റോപ്പായപ്പം കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിട്ടപ്പം ട്രെയിനിൽ ഒരാൾ കൂടെ കയറി വന്നു. 2-3 പേര് കയറി വന്നു. അപ്പോൾ അവരുടെ ഒരു ബാഗൊക്കെ ഉണ്ട്. വളരെ നല്ല മലയാളികളാണ്. ഒരു 2 തമിഴ് ആൾക്കാരും ഉണ്ട്. അപ്പം മലയാളികൾ കയറി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ അടുത്തിരിക്കുന്ന അവനോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി സീറ്റ് തരാമോ, എനിക്കൊന്ന് കുറേ നേരമായി ഞാൻ നിൽക്കുന്നു, എനിക്ക് കാല് കഴിക്കുന്നു, ഒന്നിരിക്കാൻ. എന്നപ്പം അവൻ പറഞ്ഞു, ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ അപ്പുറത്തെ സീറ്റിൽ ഇച്ചിരി എഴുന്നേറ്റിട്ട് ഒരു ശകലം ഇട കൊടുത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരം യാത്ര ചെയ്ത് ഇപ്പോൾ അവനോട് ആ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പം കുറച്ച് വെള്ളം വാങ്ങിച്ചു, ജ്യൂസ് വാങ്ങിച്ചു. അവിടെ അടുത്തിരിക്കുന്ന അവനും ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോടും ജ്യൂസൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ജ്യൂസൊന്നും വേണ്ട, എനിക്ക് പനിയുടെ ഇതുകൊണ്ട് ഞാൻ ജ്യൂസൊന്നും വാങ്ങിച്ച് കുടിച്ചില്ല. ഞാൻ വാങ്ങിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ബോട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു തൃശ്ശൂർ എത്താറായെന്ന് തോന്നുന്നു. പാലക്കാട് എത്താറായി. പാലക്കാടും കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിട്ടു. അപ്പം ഈ കൂടെ ഉണ്ടവന് തൃശ്ശൂർ ഇവിടെ ഇറങ്ങണ്ടേ. അപ്പം പാലക്കാട് കഴിഞ്ഞ് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെ നമ്മുടെ ഇവിടുന്ന് കയറിയ പുള്ളിക്കാരൻ ഇവന് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്, ഇവനോട് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു ജ്യൂസ് വെച്ച് നീട്ടി ഇവൻ ആ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു എൻ്റെ അപ്പുറത്തിരിക്കുന്ന സീറ്റിൽ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഉറക്കമാണ്. ട്രെയിനൊക്കെ ഭയങ്കര സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഉറക്കമൊക്കെയാണ്. അപ്പം തൃശ്ശൂരിന് ഇപ്പുറം ഒരു പാലക്കാട് കഴിഞ്ഞുള്ള സ്റ്റോപ്പിൽ ഈ തമിഴൻ ആൾ ഇറങ്ങി. തമിഴാണ് സംസാരിക്കുന്നത്. പുള്ളി ഇടയ്ക്ക് മലയാളവും പറയുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ബാഗൊക്കെ 2 ബാഗ്, ഒരു ബാഗ്
അവിടെ ഇരിക്കുന്ന എടുക്കുന്നു. അപ്പം പുള്ളിയുടെ കൂടെ വന്ന 2 പേര് ഈ ബാഗ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ട് ഈ ബാഗ് എടുത്തു. ബാഗ് എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കത് പിന്നീടാണ് മനസ്സിലായത് ഈ ഇദ്ദേഹത്തിൻ്റെ ബാഗായിരുന്നു. അതായത് എൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തിരിക്കുന്ന അവൻ്റെ ബാഗായിരുന്നു ഇവരെടുത്തത്. ആ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബർത്തിലൊക്കെയാണ് ബാഗ് വെക്കുന്നത്. ബാഗും ഒരു 2 ബാഗുണ്ട്. അപ്പോൾ ഈ ബാഗ് എടുത്തിട്ട് ഈ പുള്ളിക്കാരൻ ഈ ബാഗ് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ സുഹൃത്തിനെ നോക്കിയപ്പോൾ അവൻ ഭയങ്കര ഉറക്കമോ. അപ്പം ഞാൻ വിചാരിച്ചു അവന് ക്ഷീണം കൊണ്ട് ഉറങ്ങുമായിരിക്കുമെന്ന്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് അവൻ്റെ ബാഗ് അവരെടുക്കുന്ന എനിക്ക് തോന്നി. പക്ഷേ അവൻ്റെ ബാഗാണോ എന്ന് സംശയമുണ്ട്. അത് കാരണം എന്നാ ചോദിച്ചാൽ അവനിരിക്കുന്ന ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി എന്തോ അതിൽ നിന്ന് എടുക്കുന്ന കണ്ടായിരുന്നു. അപ്പം ഞാനും ശ്രദ്ധിച്ചില്ല. ഇപ്പം എല്ലാവരും ട്രെയിൻ യാത്രക്കാരല്ലേ നമ്മൾ അതൊന്നും കാര്യമാക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം തൃശ്ശൂരാണ് ഇവൻ ഇറങ്ങണ്ടേ. അപ്പം തൃശ്ശൂർ ഇവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവൻ ബാഗ് അവിടെ നോക്കിയിട്ട് ഈ ബാഗ് കാണുന്നില്ലെന്നല്ല അവൻ അവിടെ എല്ലാം നോക്കിയിട്ടും അവിടെ വെച്ചിടാൻ നോക്കി. അപ്പം എനിക്കൊന്ന് മനസ്സിലായി ഇതോടെ ഇവർ 2-3 പേര് ഇവിടുന്ന് കയറിയപ്പോൾ അവർ അത് എടുത്ത പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലാണ്ട് നിങ്ങളോട് വർത്തമാനം പറഞ്ഞിരുന്ന ആൾ ബാഗ് എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ശരിയാ. അപ്പം മറ്റുള്ളവരും പറഞ്ഞു ശരിയാ, അവർ 3 പേര് കൂടെ ചേർന്ന് ഒരു 2-3 ബാഗ് എടുക്കുന്ന കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ വളരെ ഇതായിട്ട് പറഞ്ഞു അയ്യോ അതെൻ്റെ ബാഗായിരുന്നു എന്ന് പറഞ്ഞു. ഇവൻ തൃശ്ശൂർ ഇറങ്ങണ്ടേ. അപ്പം തൃശ്ശൂർ എത്താറായി. അടുത്ത 2 മിനിറ്റിനുള്ളിൽ തൃശ്ശൂർ എത്തും. ബാഗ് എടുത്ത് ഇറങ്ങാനുള്ള ശ്രമം. ഇവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവൻ തൃശ്ശൂർ ഇറങ്ങേണ്ട വന്നു. പിന്നെ ഇവനെക്കുറിച്ച് എനിക്കൊരു വിവരവുമില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാനത് അവിടെ നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ 3 പേര് അവർ ഈ ട്രെയിനിൽ ഇങ്ങനെ ബാഗ് എടുക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരത് ട്രെയിനിൽ കയറിയിട്ട് അവർ വളരെ യുക്തിപൂർവ്വം ഇവന് തൃശ്ശൂർ എത്താറായപ്പോൾ ഇവന് ക്ഷീണമാണ്. എന്നോട് പറഞ്ഞ് തൃശ്ശൂരാ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് അവനങ്ങോട്ട് മന്ദത മാറുന്നില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ജ്യൂസിന് എന്തോ കലക്കി കൊടുത്ത് അവനെ മയക്കി എന്നിട്ട് അവൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോയതാണ് സംഭവം. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മളോട് പലരും പറയും ട്രെയിനിൽ വെച്ച് ഒന്നും വാങ്ങിച്ച് കുടിക്കരുതെന്ന്. പക്ഷേങ്കിൽ നമ്മളാരും കുടിക്കത്തില്ല. പക്ഷേങ്കിൽ ഈ വളരെ സൗഹൃദം നടിച്ചായിരിക്കും ഇവരൊക്കെ ഈ സാധനങ്ങൾ തരുന്നത്. അല്ലാതെ ചുമ്മാ നിങ്ങളിന്ന് കുടിച്ചോ അപരിചിത സ്വഭാവത്തോടല്ല തരുന്നത്. വളരെ അടുത്ത് ഫ്രണ്ട്ഷിപ്പോടെ നിന്ന് വളരെ സൗഹൃദത്തോടെ നിന്ന് വർത്തമാനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നിട്ടായിരിക്കും ഇവരിത് തരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ആ ജ്യൂസ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിച്ചില്ല, അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ ആ സമയത്ത് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കാണും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കൂടെ ഇവനത് കൊടുത്തു കാണും. ഇവനത് മയക്കമായിരുന്നു. ഞങ്ങൾ മിക്കവരും മയങ്ങി കിടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവൻ മാത്രം നല്ല മയക്കത്തിൽ ഇവൻ്റെ ബാഗും കൊണ്ടുപോയി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ട്രെയിൻ യാത്രയിൽ നമ്മൾ ഒരു കാരണവശാലും അപരിചിതർ വാങ്ങിച്ച് തരുന്ന പോലും കുടിക്കാൻ പാടില്ല. അപരിചിതരെന്ന് പറഞ്ഞാൽ നമ്മളോട് സൗഹൃദം നടിച്ച് നമ്മളോട് വർത്തമാനം പറഞ്ഞ് ഒരു 10 മിനിറ്റത്തെ പരിചയമായിരിക്കും. ട്രെയിനിലൊക്കെ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റത്തെ 2 മിനിറ്റത്തെ ഇത് മതി, സൗഹൃദം മതി, നമ്മളങ്ങ് പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം അടുത്ത് കോട്ടയം അല്ലെങ്കിൽ തിരുവല്ല അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് ഇറങ്ങാൻ എന്നാ ജോലി, എവിടെ ജോലി ചെയ്യുന്നത്, അപ്പോൾ ഇന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചായ വരും, ചായ വാങ്ങിച്ചേക്കാം, അല്ലെ വെള്ളം വരും, ഈ വെള്ളമുണ്ടോ, വെള്ളം ഇങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇവർ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വളരെ ഇപ്പം ജ്യൂസ് വാങ്ങിക്കുമായിരിക്കും ആ സമയത്ത്. എന്നിട്ട് ഇവരുടെ കയ്യിലുള്ളതായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. പക്ഷേ പിന്നീട് അവനെക്കുറിച്ച് അവൻ തൃശ്ശൂർ ഇറങ്ങേണ്ട വന്നു. കാരണം തൃശ്ശൂർ അവൻ്റെ സ്റ്റോപ്പാണ്. ബാഗില്ലാതെ അവൻ അവിടെ ഇറങ്ങി. കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാ ചെയ്യാൻ പറ്റും? റെയിൽവേയിൽ അവിടെ ഇറങ്ങി കംപ്ലയിൻറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞായിരുന്നു പോയത്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഒരു വിവരവുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ട്രെയിനിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം.